എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് അല്പസമയം മുമ്പ് പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രഖ്യാപിച്ചു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയുമായി എത്തിയിട്ടുള്ളത്. മാത്രമല്ല ഇപ്പോഴും പല വിദ്യാർത്ഥികൾക്കും എങ്ങനെയാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കേണ്ടത് എന്നുള്ള കാര്യം അറിയാതെയുണ്ട്. മാത്രമല്ല ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് ഏത് വെബ്സൈറ്റ് വഴിയാണ് പരിശോധിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ആ ഒരു കാര്യവും കൃത്യമായി ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ലൈവ് റെക്കോർഡ് വീഡിയോയുടെ സഹായത്തോടു കൂടി ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കായി പ്രത്യേകിച്ച് +1 അലോട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട് ഇനി അങ്ങോട്ടുള്ള ഓരോ കാര്യങ്ങളും ഇതേപോലെ തന്നെ ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക. ഇപ്പോൾ തന്നെ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അല്പസമയം മുമ്പാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രഖ്യാപിച്ചത്. ആ കാര്യം ഉടൻ തന്നെ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളെയും ഇപ്പോൾ തന്നെ അറിയിച്ചു കൊടുക്കുക. അപ്പോൾ എങ്ങനെ ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യം കൃത്യമായ ആ ഒരു ലൈവ് റെക്കോർഡ് വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ആ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് ഒറ്റ കാര്യം കൂടെ, അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയ നിരവധി വിദ്യാർത്ഥികളുണ്ടാവും, കിട്ടാത്ത വിദ്യാർത്ഥികളും ഉണ്ടാവും. ഇത്തരത്തിലുള്ള ഓരോ വിദ്യാർത്ഥികളും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളും കിട്ടാത്ത വിദ്യാർത്ഥികളും നിരവധി കാര്യങ്ങൾ ഇനി ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ കൂടെ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചു തരും. അപ്പോൾ എല്ലാവരും എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ കണ്ട് മനസ്സിലാക്കി നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കുക. അപ്പോഴേക്കും അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ള കൃത്യമായ ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചു തരും. അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്ന സമയത്ത് അത് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഈ വീഡിയോ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ഓർമ്മിക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോകാം. എങ്ങനെ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യം കൃത്യമായി നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഇത് നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ ചെയ്യാവുന്നതാണ്. ഞാൻ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുന്നത്. ഇതിനായി കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുകയാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ HSCAP എന്ന് പറയുന്ന നമ്മളുടെ +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റിൽ പ്രവേശിച്ച ശേഷം കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്നുള്ള ഓപ്ഷനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇതേപോലുള്ള ഒരു ഇൻ്റർഫേസ് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ്, നിങ്ങൾ അപേക്ഷിച്ചിട്ടുള്ള ജില്ല, ഈ 3 വിവരങ്ങളും ആണ് എൻ്റർ ചെയ്യേണ്ടത്. ഇനി നിങ്ങളുടെ പാസ്വേഡ് അറിയില്ല അല്ലെങ്കിൽ മറന്നുപോയി എങ്കിൽ ഈ ഒരു ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് പുതിയൊരു പാസ്വേഡ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ 3 വിവരങ്ങളും ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ലോഗിൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് നിങ്ങൾ ലോഗിൻ ചെയ്യപ്പെടുന്നതായിരിക്കും. ഇവിടെ ഏറ്റവും മുകളിലായി നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അതിന് താഴെ സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റ്, അതായത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യവും കാണാൻ സാധിക്കും. ഇവിടെ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട്. ഇനി അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് ചുവന്ന കളറിൽ അവിടെ കാണിക്കും. അപ്പോൾ ഇവിടെ ഏത് സ്കൂളിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്ന് അറിയാനായി താഴെ കാണുന്ന ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ഓപ്ഷനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇത്തരത്തിൽ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ നമ്മുടെ പേരും അതേപോലെ താഴെ ആപ്ലിക്കേഷൻ നമ്പറും അതിനും താഴെ നമ്മുടെ അലോട്ട്മെൻറ്റ് വിവരങ്ങൾ, അതായത് ഏത് സ്കൂളിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത്, എത്രാമത്തെ ഓപ്ഷനിലാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം അവിടെ കാണാൻ സാധിക്കും. ഇനി വീണ്ടും ഈ പേജിൻ്റെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് പ്രിൻ്റ് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ ഓരോ സ്കൂളിലെയും നിങ്ങൾ അപേക്ഷിച്ചിട്ടുള്ള വിവിധ സ്കൂളുകളിലെ നിങ്ങളുടെ റാങ്ക് കാണാനുള്ള ഓപ്ഷനും നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കും. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് PDF രൂപത്തിൽ ഡൗൺലോഡ് ചെയ്ത് വരുന്നതായി കാണാൻ സാധിക്കും.